ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഉള്ളിവട ഉണ്ടാക്കിയ ദിവസമായിരുന്നു കേട്ടോ. കുഞ്ഞു മഴയുണ്ടായിരുന്നു ഒരു ഉച്ച തൊട്ട്. അപ്പോൾ പിന്നെ എന്താ, നല്ലൊരു ഉള്ളിവടയും നല്ല ചൂടുള്ള സുലൈമാനിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു. എന്നാൽ എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുകയെന്ന് പറയാം. എല്ലാവർക്കും അറിയാം, പക്ഷേ എൻ്റെ വേർഷൻ ഞാൻ പറയാം. ഒരു മീഡിയം സൈസിൽ സവാള നീളത്തിലരിഞ്ഞു, മല്ലിയില ഒരു 4 ടേബിൾ സ്പൂൺ, പച്ചമുളക് ആവശ്യത്തിന് ചെറുതായിട്ട് അരിഞ്ഞതും, ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കൂല, സവാളയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് കുഴച്ച് ശരിയാക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഈ വെള്ളം സവാളയിൽ നിന്ന് ഇറങ്ങുന്ന തരത്തിൽ കുഴച്ച് സെറ്റാക്കി വെക്കാം. ശേഷം 1 സ്പൂൺ നനച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സിമ്മിലാക്കി കൊടുക്കുക, അത് ലോ ഫ്ലെയിമിലാക്കിയാൽ എണ്ണ നന്നായിട്ട് കുടിക്കാൻ ചാൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മൈദയോ കടലമാവോ കൂടുതൽ എടുത്തിട്ട് സവാള കുറച്ച് ചേർത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ സവാള കൂടുതലും കുറച്ച് മാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സവാള നന്നായിട്ട് കടിക്കാൻ കിട്ടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഓടായിട്ട് തോന്നാം, പക്ഷെ കഴിച്ച് നോക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കാറ് എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും.